സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും ഗോവയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് അഗോഡ ഫോർട്ടിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള ടിക്കറ്റ് നമ്മൾ ഇവിടുന്ന് എടുക്കണം. ഇവിടം വരെ നമ്മളെ വണ്ടികൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇവിടുന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഫോർട്ടിലേക്ക് കയറാനുള്ള ഗേറ്റും കാര്യങ്ങളൊക്കെ. അപ്പം അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അടിപൊളിയാണ്. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഓപ്പണിംഗ് ടൈമും അവർ ക്ലോസിംഗ് ടൈമും കൊടുത്തിട്ടുണ്ട്. കാലത്ത് 9 മണിക്കാണ് ഓപ്പണിംഗ് ടൈം, വൈകിട്ട് 5:30 അവർ ക്ലോസ് ചെയ്യും. അപ്പോൾ ഈ കാണുന്ന എൻട്രൻസിൽ കൂടെ നമ്മൾ അകത്ത് കയറണം. ഇവിടുന്ന് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങാണ് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ. നമുക്ക് ഓൺലൈനായിട്ടും ടിക്കറ്റ് എടുക്കാം, അല്ലാതെ അവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ടിക്കറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ബോർഡ് ഇവിടെ അവർ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് നേരെ പുറത്ത് കടന്നു. അപ്പോൾ വലിയൊരു മതിൽക്കെട്ട് തന്നെയാണ് നമുക്ക് ആദ്യം കാണുന്നത്. വലിയൊരു മതിൽക്കെട്ടാണ്. പിന്നെ ഞങ്ങൾ ചെന്ന സമയം നല്ല വെയിലുള്ളൊരു ടൈമും കൂടെ ആയ കാരണം അത്യാവശ്യം നല്ല വെയിൽ തന്നെ ആയിരുന്നു. പിന്നെ ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഫോർട്ടിൻ്റെ മൊത്തത്തിലുള്ള ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കും. ഞങ്ങളങ്ങനെ ഒരു വിധം മേളിൽ കയറി. അപ്പോൾ അവിടെ ആദ്യം വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മേളിൽ താഴേന്ന് കയറുമ്പോൾ തന്നെ അവിടെ സെക്യൂരിറ്റിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മേളിലെത്തിയപ്പോൾ ഞങ്ങൾ നൈസായിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ ക്യാമറ വെച്ചിട്ട് വീഡിയോ കുറച്ചെടുത്തു. അഗോഡ ഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചരിത്ര കഥ ഉറങ്ങുന്നൊരു സ്ഥലം തന്നെയാണ്. അത്യാവശ്യം വലിയൊരു ഏരിയയിൽ തന്നെ ഇതുണ്ട്. ഇതിന് ചുറ്റും വലിയൊരു കിടങ്ങ് പോലെ അവർ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. വലിയൊരു കിടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കാണുന്ന ഭാഗങ്ങൾ നമുക്ക് ജസ്റ്റ് ഒരു വൺ ടൈം പോയി കാണാൻ പറ്റിയ സാധനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഈ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം വലിയൊരു ജയിലാണ്. അപ്പോൾ അങ്ങോട്ട് ആ ജയിലിൻ്റെ അകത്തേക്ക് പോകാനുള്ള മാപ്പ്, അതിൻ്റെ ഉള്ളിലത്തെ മാപ്പും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിലുള്ള ഗോവയുടെ ഒരു മാപ്പും കൂടെ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. ഗോവയിൽ എവിടെയൊക്കെയാണ് എത്രയാണ് ഇത് കാര്യങ്ങളെന്നുള്ള അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വാച്ച് ടവറും കൂടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നേരെ കടലിലേക്കാണ് കാണുന്നത്. ഈ ഇപ്പം ആ സെൻറ്ററിൽ കാണിച്ചിരിക്കുന്ന അടിഭാഗം വലിയൊരു ജയിലാണ്. അതൊരു കറക്റ്റ് അതിൻ്റെ മേളിൽ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിൻ്റെ മേളിൽ കയറിയിട്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹോളായിട്ടുള്ളൊരു ഇത് കാണാം. അതെല്ലാം ഓരോ സെക്ഷനായിട്ടുള്ള ഓരോ ജയിലുകളായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഞങ്ങളങ്ങനെ ഒരുപാട് നേരമൊന്നും അവിടെ ഇരിക്കാൻ പറ്റില്ല, കാരണം നല്ല വെയിലുണ്ടായിരുന്നു. ആ വെയിൽ നമുക്ക് ഫുൾ ഓപ്പൺ ഏരിയ ആയ കാരണം എവിടെയും കയറി നിൽക്കാനോ അങ്ങനെ ഒരു സംവിധാനം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് താഴേക്ക് കാണുന്ന ആ ഒരു വ്യൂ അടിപൊളി വ്യൂ ആയിരുന്നു. പിന്നെ ഒരു വൺ ടൈം കാണാം എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പം കുറച്ച് നേരം ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടുന്ന് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള കാര്യത്തിലേക്ക് ഇറങ്ങി. പിന്നെ കുറച്ച് നേരം നടക്കാനുണ്ട്. അത്യാവശ്യം ഒരു വിസ്തീർണമുള്ള കാരണം നടക്കാൻ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഏരിയ ഒക്കെ മൊത്തം നടന്ന് ഞങ്ങൾ കണ്ടു. പക്ഷെ ഒരുപാട് നേരം നിൽക്കാനുള്ളൊരു സ്ഥലമൊന്നും ഇല്ല അവിടെ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി നേരെ വഴിയോര കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയത് ഒരു ബീച്ചിലാണ്. കാരണം ഗോവയിൽ വന്നാൽ ഏറ്റവും കൂടുതൽ കാണാനുള്ളത് ബീച്ചുകൾ തന്നെയാണ് കേട്ടോ. ഒരുപാട് ബീച്ചുകളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ബീച്ചുകൾ ഗോവയിലുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാണാനുള്ളത് തന്നെ ഗോവയിൽ വന്നു കഴിഞ്ഞാൽ ബീച്ചുകളാണ്. ഞങ്ങൾ ഇവിടുന്ന് നേരെ പോയത് കണ്ടോളിയം എന്ന് പറഞ്ഞൊരു ബീച്ചിലാണ്. അപ്പോൾ ആ ബീച്ചിലേക്കുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് കടകളും കാര്യങ്ങളുണ്ട്. ഈ ടാറ്റു കടകൾ അങ്ങനെയുള്ള ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബീച്ച് നോർമൽ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ ഇവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് പോകാം എന്നുള്ള കരുതിയിട്ടാണ് ആ ഒരു ബീച്ചിലേക്ക് വന്നത്. കാരണം ഗോവയിൽ അവിടെ ചെന്നാലും കൂടുതൽ കാണുന്നത് ബീച്ചുകളാണല്ലോ. ഇവിടെ വന്നിട്ട് നമ്മൾ ഇനി തിരിച്ചു പോകാൻ നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു ബീച്ചും കൂടെ ആയിരുന്നു. അപ്പോൾ ആ ബീച്ചിലും കൂടെ ഇനി ജസ്റ്റ് പോയി കണ്ടിട്ട് നേരെ തിരിക്കാം എന്നുള്ള ലെവലിലാണ് ഞങ്ങൾ ആ ബീച്ചിലേക്ക് പോയത്. അവിടെ ഞങ്ങൾ ഒരുപാട് നേരമൊന്നും സമയം ചിലവഴിക്കാൻ പറ്റില്ല എന്ന് തോന്നി. കാരണം അത്യാവശ്യം നല്ലൊരു വെയിൽ ടൈം തന്നെ ആയിരുന്നു. ഒരു ഉച്ചയൊക്കെ ആയി തുടങ്ങിയിരിക്കുന്ന ആ സമയം നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല വെയിൽ തന്നെയായിരുന്നു. അപ്പോൾ ഒരുപാട് നേരമൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നി. കാരണം ബീച്ച് ഏരിയയിലേക്കൊക്കെ വരുമ്പോൾ കൂടുതലും ഈവനിങ് ടൈമേ പറ്റുള്ളൂ. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് മെയിനായിട്ടുള്ള ഗോവയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും വരാനും കാണേണ്ട ഒരു ബീച്ച് കൂടെ ആയിരുന്നു ബാഗ ബീച്ചിലാണ് നമ്മൾ ഈ കടൽക്കരയിലുള്ള കുറേ ഇരിക്കാനും കിടക്കാനുള്ള സംവിധാനം കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പ് ഉള്ളത് ബാഗ ബീച്ചിൽ. ഏറ്റവും വലിയൊരു ഇതായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് അവിടെ ആയിരുന്നു, ബാഗ ബീച്ചിൽ. ഞങ്ങൾ പോയി കണ്ടേൽ കേട്ടോ. പിന്നെ ഇഷ്ടംപോലെ ബൈക്ക് റെൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കുറേ ഏരിയകളും കാര്യങ്ങളും ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ആ ഒരു ഏരിയയിൽ. അപ്പം ഞങ്ങൾ നേരെ പോയത് ബാഗ ബീച്ചിലേക്കാണ്. അങ്ങനെ എല്ലാവരെയും കൂട്ടി ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് നടന്നു. ഇവിടെ നമ്മളൊരു ഗാർഡിൻ്റെ ഒരു കോട്ടേജ് ഉണ്ട്. അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ കാണാം ഫുള്ള് അംബ്രല്ലയും കാര്യങ്ങളും ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങൾ എല്ലാം ഓരോ ബാറും
സെറ്റപ്പും കാര്യങ്ങളാണ് കേട്ടോ. ഓരോ ഷെഡുകളും ഓരോ ബാറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സംവിധാനങ്ങളും കാര്യങ്ങളാണ്. പിന്നെ ബീച്ചിലേക്ക് വെള്ളത്തിലേക്ക് ഒരുപാട് ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഗാർഡ്സ് ജീപ്പിൽ വിളിച്ച് പറഞ്ഞ് പോകുന്നുണ്ട്. വെള്ളം കൂടുന്ന സമയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് നേരം വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ വെള്ളത്തിൽ ഒരുപാട് സമയം ചിലവഴിക്കുന്ന ഒരു ഇതൊക്കെ വരുമ്പോൾ അവർ വിളിച്ച് പറഞ്ഞിട്ട് അവർ മേളിലേക്ക് കയറ്റുന്നുണ്ട് എല്ലാവരും. ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെ ആയിരുന്നു കേട്ടോ അവിടെ. എൻ്റെ കൂടെ വന്നവരെല്ലാവരും നല്ല അടിച്ചു പൊളിച്ച് വെള്ളത്തിൽ ആർമാദിക്കുന്ന ഒരു സമയം തന്നെ ആയിരുന്നു. പിന്നെ ഇവിടെ ഞങ്ങൾ കുറേ അധികം നേരം ഇരുന്നു. ഇവിടെ ചില ഈവനിങ്ങിലാണ് മെയിനായിട്ട് ബീച്ചുകളുടെ ഒരു ഭംഗി കാണുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഈവനിങ് ആയിട്ട് അവിടെ നിന്ന് പോകാമെന്നുള്ളൊരു ലെവലാണ്. ഈവനിങ് ആയപ്പോൾ തന്നെ എല്ലാ ബാറുകളിലും എല്ലാ ഷോപ്പിലും ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണാക്കി. നൈറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ലോകം തന്നെയാണ്. കാരണം അത്ര നേരം നമ്മൾ പകൽ വന്ന് കണ്ട ഒരു ബീച്ചോ ഒരു കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. ഈവനിങ് കൊണ്ട് നൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് വേറൊരു ലോകം തന്നെയാണ്. എല്ലാ പബ്ബുകളും കാര്യങ്ങളൊക്കെ തുറക്കുന്ന സമയമാണ്. പിന്നെ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള പബ്ബും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് ഫ്രീ ആയിട്ട് കയറാൻ പറ്റിയ പബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊരു പബ്ബിൽ കയറിയിരുന്നു. അവിടെ ഫ്രീ ആയിരുന്നു. പിന്നെ ആവശ്യക്കാർക്ക് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ വാങ്ങാം, അതിനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. പബ്ബ് ഫ്രീ ആണ്. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇരിക്കാം അതിൻ്റെ ഉള്ളിൽ. പാട്ടും ബഹളമൊക്കെ ആയിട്ട് കുറേ നേരം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾക്ക് പോകേണ്ട സമയമായിരുന്നു. കാരണം ഞങ്ങൾക്ക് റൂം ഓൾറെഡി വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ വണ്ടി വരാനുള്ള സമയവും ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് എത്താനുള്ള സമയമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് നേരം പബ്ബിൻ്റെ ഉള്ളിൽ അടിച്ചു പൊളിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിലേക്ക് ഞങ്ങളെ ഹോട്ടലിലേക്ക് ഞങ്ങൾ തിരിച്ചു. അപ്പോൾ ഗോവയിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ നൈറ്റ് ലൈഫ് തന്നെയാണ്. മെയിനായിട്ട് കാണാനും എൻജോയ് ചെയ്യാനുള്ളത് ഈ നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത് കേട്ടോ. ഞങ്ങൾ നേരെ റൂമിൽ വന്നു. ഞങ്ങളുടെ ലഗേജൊക്കെ എടുത്തിട്ട് ഞങ്ങളിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അതുവരെയ്ക്കും ബൈ ബൈ, സൈനിങ് ഓഫ്.